ഓക്കെ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മൾ രണ്ട് ടോപ്പിക്ക് കവർ ചെയ്യുന്നത്. ഒന്ന് ആദ്യത്തേത് ഓയിലർ കോച്ച് ഇക്വേഷൻസ് എന്ന് പറയുന്നതും രണ്ടാമത്തേത് ബ്രോൺസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി നമ്മൾ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു ടോപ്പിക്കാണ് ഓയിലർ കോച്ച് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓർഡിനറി ഡിഫറൻഷ്യൽ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ കിട്ടാണെന്ന് വിചാരിക്കാം. സം കോഎഫിഷ്യന്റ് a2 into x square into d square y by dx square plus some coefficient a1 into x into dy by dx plus a0 y equal to 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ വരാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സൊല്യൂഷൻ അസ്യൂം ചെയ്യണം. So like assume y equal to x raised to m എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ നമ്മൾ അസ്യൂം ചെയ്തിട്ട് y equal to x raised to m എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ അസ്യൂം ചെയ്തിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് സൊല്യൂഷൻ ഈ എമ്മിന് വേണ്ടിയിട്ടുള്ള നമ്മൾ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ അസ്യൂം ചെയ്യും, എന്നിട്ട് എന്ത് കണ്ടുപിടിക്കും, നമ്മൾ ഫൈൻഡ് എം കണ്ടുപിടിക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് ചെറിയൊരു കാര്യമാണ്, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ഒറ്റയടിക്ക് മനസ്സിലാവും. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ക്വസ്റ്റ്യൻ. ഇത് പ്രീവിയസ് ഇയർ ആണ്. ഏത് പ്രീവിയസ് ഇയർ ആണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എക്സ് സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ ബൈ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ സി എസ് ആറിൻ്റെ തന്നെയാണ്. ഞാൻ മറന്നുപോയി ഏത് ഇയർ ആണെന്നൊക്കെ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് നമ്മുടെ സൊല്യൂഷൻ അസ്യൂം ആണ് y ഈക്വൽ ടു എക്സ് റേസ് ടു m. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ y ഡബിൾ ഡാഷ് എടുക്കാം, ഡബിൾ പ്രൈം എടുക്കാം. എന്ന് വെച്ചാൽ എന്താണ്, സെക്കൻഡ് ഓർഡർ. നമ്മൾ ഈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണുന്ന പോലെ തന്നെ നമ്മൾ സെക്കൻഡ് ഓർഡർ ആദ്യം കാണാം. നമുക്ക് ശരിക്കും ഫസ്റ്റ് ഓർഡർ, നമുക്ക് ആദ്യം ഫസ്റ്റ് ഓർഡർ കാണാം. അതല്ല കുറച്ചുകൂടി എളുപ്പം. ഫസ്റ്റ് ഓർഡർ കണ്ടിട്ട് നമുക്ക് സെക്കൻഡ് ഓർഡറിലേക്ക് പോകാം. ഓക്കെ, ആദ്യം നമുക്ക് ഫസ്റ്റ് ഓർഡർ കാണാം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ കാണുമ്പോൾ y പ്രൈം കാണുമ്പോൾ നമുക്ക് എന്താ വരാം, ആദ്യം ഇത് ചെയ്യുമ്പോൾ m ഇൻറ്റു എക്സ് റേസ് ടു m മൈനസ് 1 അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, y ഡബിൾ പ്രൈം കാണാം. y ഡബിൾ പ്രൈം കാണുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, m ഇൻറ്റു m മൈനസ് 1 ഇൻറ്റു എന്ത് കിട്ടും, എക്സ് റേസ് ടു m മൈനസ് 2. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ലേ. ഇനി ഒന്നുമില്ല, ഈ y ഡബിൾ പ്രൈമിന് പകരമായിട്ട് ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. അതായത് ഇത് നേരെ ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക, ഈ ഒരു വാല്യൂ കൊടുക്കുക. ഈ ഒരു y പ്രൈം ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക, വൈയുടെ വാല്യൂ ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ വരും, നമുക്ക് സൊല്യൂഷൻ നോക്കാം. എങ്ങനെയാണ്, എക്സ് സ്ക്വയർ ഇൻറ്റു എങ്ങനെയായിരിക്കും, m ഇൻറ്റു m മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 2. ഓക്കെ, മൈനസ് 2x ഇൻറ്റു എന്താണ്, നമ്മുടെ m ഇൻറ്റു എക്സ് ഇൻറ്റു എം റേസ് ടു എക്സ് റേസ് ടു എം മൈനസ് 1. അതല്ല നമ്മുടെ y പ്രൈം എന്ന് പറയുന്നത്, പ്ലസ് 2 ഇൻറ്റു എക്സ് റേസ് ടു എം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. സോ ഈ ഒരു സൊല്യൂഷനിൽ നിന്ന് നമ്മൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത്, ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും, എം സ്ക്വയർ മൈനസ് എം മൈനസ് 2m പ്ലസ് 2 ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ ഒരു ഈക്വൽ ടു 0 ഉണ്ട്, ഓർക്കണ്ട. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്ക് കിട്ടും. ഇനി ഇത് ഒന്നുമില്ല, നമ്മുടെ ഓർഡിനറി നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് ഹോമോജീനിയസ് ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അതേപോലെ തന്നെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് എമ്മിന് വാല്യൂ കിട്ടും. എന്താണ്, 1 2. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എമ്മിന് 1 2 കിട്ടും. ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൊല്യൂഷൻസ് എങ്ങനെ എഴുതാം, y1 എന്ന് പറയുന്നത് എക്സ് റേസ് ടു n എന്നും y2 എന്ന് പറയുന്നത് എക്സ് റേസ് ടു 2 എന്നും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫൈനൽ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം, y ഈക്വൽ ടു സം കോൺസ്റ്റന്റ് a ഇൻറ്റു എക്സ് റേസ് ടു 1, എക്സ് എന്നിട്ടാലും മതി, ഇൻറ്റു ബി ഇൻറ്റു എക്സ് റേസ് ടു 2 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ എന്നുള്ള. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഇങ്ങനെയാണ് നമുക്ക് അതിന് സോൾവ് ചെയ്യാം. ഒന്നുമില്ല, ഇങ്ങനെ ഒരു ഇവിടെ ആക്ച്വലി നമ്മൾ A1 എന്നാണ് A2 എന്നാണ് പറയാറ്. A2 A1 A0 അങ്ങനെയല്ല പറയാറ്. ഇവിടെ A1ന്റെ സ്ഥാനത്ത് കോഎഫിഷ്യന്റ് 1 ആണ്. ഇവിടെ A1ന്റെ സ്ഥാനത്ത് 2 A0ന്റെ സ്ഥാനത്തും 2 ആണ് കോഎഫിഷ്യന്റ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഇക്വേഷൻസ് വരുന്ന സമയത്ത്
നമുക്ക് ഇങ്ങനെ കോഎഫിഷ്യൻസ് വരുന്നതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും എന്താണ് ഈ എക്സ് സ്ക്വയറും അത് കോഎഫിഷ്യന്റും ഈ എക്സ് സ്ക്വയറും വരുന്നത് കോഎഫിഷ്യന്റ് മാത്രമല്ല ഈ എക്സ് സ്ക്വയറും വരുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇത് സോൾവ് ചെയ്യല് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ സമയം നമ്മൾ എന്താണ് y ഈക്വൽ ടു എക്സ് റേസ്റ്റ് എം എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ അസ്യൂം ചെയ്തിട്ട് നമ്മൾ എന്താണ് അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് നേരിട്ട് ഈ ഇക്വേഷനിലേക്ക് നമ്മുടെ മെയിൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു നമ്മുടെ ഒരു ഹോമോജീനിയസ് ഓർഡിനറി ഇക്വേഷൻ കിട്ടും. യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് എം സോൾവ് ചെയ്യുന്നത് ആ രീതിയിൽ സോൾവ് ചെയ്യുക. സോ ദെൻ വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. നമുക്ക് അത് സോൾവ് ചെയ്ത് അതിന്റെ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഇത്രേ ഉള്ളൂ പരിപാടി. നിങ്ങൾക്കപ്പോൾ ഞാനൊരു വർക്ക് തരാം ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന. let's say y double prime minus 2 into y prime minus p3y equal to e raised to 2t. Okay. ഈ ഒരു ഇക്വേഷൻ അല്ല വേണ്ട, ഞാൻ വേറെ അസൈൻമെന്റ് ഇടാം. ഇതിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതിരുന്നില്ല. ഓക്കെ, നമുക്ക് ഞാൻ വേറെ അസൈൻമെന്റ് ആയിട്ട് തരാം ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ലീനിയർ ഡിപ്പെൻഡൻസ് ഓഫ് സൊല്യൂഷൻസ് ആണ്. ലീനിയർ ഡിപ്പെൻഡൻസ് ഓഫ് solutions or Wronskian. ഇത് പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് എന്തായാലും നോക്കാം. സപ്പോസ് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഞാൻ അതിനെ ഇങ്ങനെ എഴുതാണ്: ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാവുമ്പോൾ അതിന് എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും? 2 സൊല്യൂഷൻസ് അല്ലേ? ഫോർ സെക്കൻഡ് ഓർഡർ ODE എത്ര സൊല്യൂഷൻ ഉണ്ടാവും? 2 സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സൊല്യൂഷൻസിനെ y1 ആൻഡ് y2 എന്ന് എടുക്കാം. ഓക്കെ, ആ 2 സൊല്യൂഷൻസിനെ നമുക്ക് y1 ഉം y2 ആയിട്ട് എടുക്കാം. ഇനി ഇത് എപ്പോഴാണ്, ഈ 2 സൊല്യൂഷൻസ് എപ്പോഴാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുന്നത്? എപ്പോഴായിരിക്കും ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുന്നത്? ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഇത് എപ്പോഴാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുന്നത്? ഓക്കെ, സോ ലെറ്റ്സ് റൈറ്റ് y2 ഈക്വൽ ടു ky1. ഓക്കെ, സം കോൺസ്റ്റന്റ് ഇൻറ്റു ky1. ലൈക്ക് നമ്മൾ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് ഫൈനൽ ആൻസർ? y ഈസ് ഈക്വൽ ടു y1 പ്ലസ് y2 എന്നുള്ള രീതിയിലല്ലേ? സോ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ് കൺസിഡർ ചെയ്യുക. സോ y2 ഈസ് ഈക്വൽ ടു ky1 എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതണം. ഓക്കെ, ഇനി അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കൂടി ഏതാണ്? y2 പ്രൈം ഓൾസോ എങ്ങനെയായിരിക്കും? k ഇൻറ്റു y1 പ്രൈം ആയിരിക്കും. അതിന്റെ ഡൗട്ട് ഇല്ലല്ലോ. ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ഞാൻ ഇതിനാണെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ ഇങ്ങനെ ഇടാം. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഈ 2 ഇക്വേഷനെയും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതും? നമ്മൾ y2 ഡിവൈഡഡ് ബൈ y2 പ്രൈം, ഇവിടെ പ്രൈം ഉണ്ട്. ഞാൻ ഈ ഒരു പുതിയ നോട്ട്ബുക്ക് പുതിയതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എഴുതുന്നത് കുറച്ച് ടാസ്കാണ്. y2 പ്രൈം ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? y1 ഡിവൈഡഡ് ബൈ y1 പ്രൈം. കോൺസ്റ്റന്റ് പിന്നെ പോവല്ലോ, 1 ആയിട്ട് വെക്കുള്ളൂ. പിന്നെ നമുക്ക് അതിൽ നോക്കേണ്ട ആവശ്യമില്ല. ഈക്വൽ ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതിന് ശേഷം നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് ശേഷം നമുക്ക് ഞാൻ നെക്സ്റ്റ് പേജിലേക്ക് വരാം. ഇവിടെ വരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് പേജ്.
ഒന്നുകൂടി എഴുതാം. y2 divided by y2 prime equal to y1 divided by y1 prime. ഓക്കെ, ഇനി ഞാൻ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് എഴുതാം y1 into y2 prime minus y2 into y1 prime equal to 0. ഓക്കെ, എവിടെ വരെ ഒക്കെയാണ്? ഇവിടെ വരെ ഒക്കെയാണ്. ഓക്കെ, ഇതിനെ ഞാനൊരു ഡിറ്റർമിനന്റ് ഇതിൽ എഴുതാണെങ്കിൽ, ഒരു ഡിറ്റർമിനന്റ് ആയിട്ട് എഴുതാണെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. y1 y2 y1 prime y2 prime അല്ലേ, ഈക്വൽ ടു 0. ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ പറയുന്നത് വ്രോൺസ്കിയൻ. W ഇങ്ങനെയാണ് ഇടാം, വ്രോൺസ്കിയൻ. W എന്നാണ് അതിന്റെ ഡിനോട്ട് ചെയ്യാറ് നമ്മൾ യൂഷ്വലി. അപ്പോ ശ്രദ്ധിക്കുക, ഈ വ്രോൺസ്കിയൻ 0 ആയാൽ അതിനർത്ഥം എന്താണ്? സൊല്യൂഷൻസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, വ്രോൺസ്കിയൻ 0 അല്ല, മറിച്ച് വല്ല കോൺസ്റ്റന്റോ എങ്ങനെയൊക്കെ ആണെങ്കിൽ, സോറി തെറ്റി, വ്രോൺസ്കിയൻ 0 ആണെങ്കിൽ ലീനിയർലി ഡിപെൻഡന്റ് ആണെന്നാണ് പറയേണ്ടത്. വ്രോൺസ്കിയൻ 0 ആണെങ്കിൽ ലീനിയർലി ഡിപെൻഡന്റ് ആണ്, അതായത് സൊല്യൂഷൻസ് തമ്മിൽ ഒരു ലീനിയർ ഡിപെൻഡൻസ് ഉണ്ട്. ഓക്കെ, ലീനിയർ ഡിപെൻഡൻസ് ഉണ്ട്. വ്രോൺസ്കിയൻ 0 അല്ല, വല്ല കോൺസ്റ്റന്റോ വല്ല t raised to 0 അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് വരാണെങ്കിൽ എന്താണ്? സൊല്യൂഷൻസ് തമ്മിൽ എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അവർ തമ്മിൽ ലീനിയർലി എന്തില്ല? ഒരു ബന്ധം ഇല്ല. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ഇതാണ് വ്രോൺസ്കിയന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഇതുപയോഗിച്ച് എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ അവർ തമ്മിലുള്ള ഒരു ലീനിയാരിറ്റി അല്ലെങ്കിൽ ലീനിയർ ഡിപെൻഡൻസും ഇൻഡിപെൻഡൻസും ഒക്കെ തന്നെ എന്ത് ചെയ്യും? നമ്മൾ ചെക്ക് ചെയ്യലാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇതാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജ്. നമുക്ക് ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യുന്ന വ്രോൺസ്കിയൻ നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് നമ്മൾ വ്രോൺസ്കിയൻ from differential equation. ഇതൊക്കെ TAFR-ലും ഒക്കെ കൂടുതൽ ചോദിക്കുന്നത് വ്രോൺസ്കിയനിലും ഇതിലൊക്കെയാണ്. നമ്മൾ സാധാരണ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനേക്കാളും കൂടുതൽ ഈ സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജീനിയസ് ഇക്വേഷനും അതേപോലെ തന്നെ ഈ വ്രോൺസ്കിയനും ഓയിലർ-കോച്ച് ഇക്വേഷൻസിനും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് വരാം. ഓക്കെ, അതിനും കൂടുതലായിരിക്കും നമ്മൾ ഇനി ബാക്കി പഠിക്കാൻ പോകുന്ന സ്പെഷ്യൽ ഫംഗ്ഷൻസിലും ഹെർമൈറ്റ്, ലാഗർ, പോളിനോമിയൽസിലൊക്കെ വരുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ അവിടെ നിന്നാണ് വരിക ആക്ച്വലി. കാരണം ഫിസിക്സിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അത് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ക്ലാസ്സിൽ മെക്കാനിക്സ് പഠിക്കുമ്പോൾ ഒക്കെ ഇപ്പോൾ ലഗ്രാഞ്ചിയൻ തന്നെ എടുക്കാം. ലഗ്രാഞ്ചിയൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് തോന്നുമെങ്കിലും ഇറ്റ്സ് ആക്ച്വലി സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ. നിങ്ങളെ ലഗ്രാഞ്ചിയൻ എഴുതുന്നു Q.T എന്നല്ലേ നമ്മൾ എഴുതാറ്. അപ്പൊ ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് നിങ്ങളത് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എഴുതുന്ന സമയത്ത് ജസ്റ്റ് അതിന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തല്ല, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, പകരം ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് മനസ്സിലാവും. അപ്പോൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പാർട്ടാണ് ഇതും. ഇനി അതിനുശേഷം വരുന്ന സ്പെഷ്യൽ ഫംഗ്ഷൻ ഒക്കെ പാർഷ്യൽ ഡിഫറൻഷ്യൽ അധികം ചോദിക്കാറില്ല കമ്പാരിറ്റീവ്ലി, കാരണം അതിൽ അത്രയും കൂടുതൽ കാര്യങ്ങൾ അതിൽ ബേസ് ചെയ്ത് വരുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വ്രോൺസ്കിയൻ ഫ്രം ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് നോക്കാം. ലെറ്റ്സ് സേ നമുക്ക് സെയിം നേരത്തെ എടുത്ത അതേ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ എടുക്കാം. d²y/dx² plus p of x dy/dx plus we have q of x into y equal to 0. ഇത് തന്നെയായിരുന്നു തോന്നുന്നു കഴിഞ്ഞ നേരത്തെ എടുത്തത്. അപ്പൊ നമുക്ക് y1 ഉം y2 തന്നെയാണ് നമ്മുടെ സൊല്യൂഷൻസ് ആയിട്ട് എടുക്കുക, അതിൽ മാറ്റമൊന്നും വരുത്തണ്ട. അപ്പൊ നമുക്ക് ഈ d²y/dx² എനിക്ക് y ഡബിൾ പ്രൈം എഴുതിക്കൂടെ, ഏതായാലും പ്ലസ് p of x
ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എനിക്ക് വൈ പ്രൈം എന്ന് എഴുതാം. ഇതിന് 1 ആയിക്കോട്ടെ ഫസ്റ്റ് സൊല്യൂഷൻ്റെ ഇതിൽ പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ വൺ ഓക്കെ ഈക്വൽ ടു 0. സിമിലർലി എനിക്ക് ഇതേപോലെ തന്നെ വൈ ടുവിനും എഴുതാം അല്ലേ, വൈ ടു ഡബിൾ പ്രൈം പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ടു പ്രൈം പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ടു ഈക്വൽ ടു 0. ഓക്കെ, ലെറ്റ് ദിസ് ഇസ് ബി മൈ ഇക്വേഷൻ നമ്പർ ഫസ്റ്റ്. അല്ല, ഇത് വേണ്ട, ഇത് ഇക്വേഷൻ 2 തന്നെ ആയിക്കോട്ടെ. ഇക്വേഷൻ 3 ഇക്വേഷൻ ഫസ്റ്റ്. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കാം. ഞാൻ ഇക്വേഷൻ 3നെ y1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് y2ൽ നമ്മൾ എഴുതിയിട്ടുള്ളതിന് നമ്മൾ y1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് നമ്മൾ എന്ത് ചെയ്യാണ്, മൈനസ് ചെയ്തിട്ട് ഇക്വേഷൻ 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, നമ്മൾ y2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. അതാണ് y1 ഇൻറ്റു y2 ഡബിൾ പ്രൈം മൈനസ് y2 ഇൻറ്റു y1 ഡബിൾ പ്രൈം പ്ലസ് p ഓഫ് y1 ഇൻറ്റു y2 ഡബിൾ പ്രൈം മൈനസ് y2 ഇൻറ്റു y1 ഡബിൾ പ്രൈം ഈക്വൽ ടു 0. ഓക്കെ, ഇങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടും. ഇനി ഇതെന്ന് പറയുന്നത് എന്താ, y1 ഇൻറ്റു y2 പ്രൈം മൈനസ് y2 ഇൻറ്റു y1 പ്രൈം. ഇതല്ലേ നമ്മൾ റോൺസ്കിയൻ, ഇതിങ്ങനെ ഈക്വൽ ടു 0 എന്ന് എഴുതിയല്ലേ നമ്മൾ റോൺസ്കിയൻ ആയിട്ട് എടുത്തത് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് അതിന്റെ ഡിഫറൻഷ്യൽ ഡി ഒമേഗ ബൈ ഡി എക്സ്, എക്സ് ആണ് ഡി എക്സ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇക്വേഷനെ നമുക്ക് നെക്സ്റ്റ് പേജിൽ എഴുതാം. സോ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഡി ഒമേഗ ബൈ ഡി എക്സ് പ്ലസ് പി ഇൻറ്റു ഒമേഗ ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഈ ഡി ഒമേഗ, ഈ ഒമേഗ അല്ല ഡബ്ല്യു എന്ന് മതി, ഒമേഗ എന്ന് ചിലപ്പോൾ പറയും, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ മതി റോൺസ്കിയൻ. ഓക്കെ, ഡി ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഈക്വൽ ടു ഈ പീനെ അപ്പുറത്ത് കൊണ്ടുപോവാം മൈനസ് പി, പിന്നെ അവിടെ ഉള്ള ഡി എക്സ്. ഇനി നമുക്ക് ഈ ഡിഫറൻഷ്യൽ കളയണം. സോ ലോഗ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്ത് വരും, ഇ റേസ് ടു മൈനസ് പി ഡി എക്സ്. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ഈ ലോഗ് കളയുന്ന സമയത്ത് നമുക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു W0 ഇ റേസ് ടു മൈനസ് പി ഡി എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് റോൺസ്കിയൻ കണ്ടെത്തുന്നത് വിത്തൗട്ട് നോയിങ് എനി സൊല്യൂഷൻസ്. നേരത്തെ നമ്മൾ സൊല്യൂഷൻസ് ഒക്കെ നോക്കി വെച്ചിട്ടാണ്, വേറൊരു രീതിയിലാണ് ഇത് റോൺസ്കിയൻ ഫ്രം ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ റോൺസ്കിയൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ഇനി നമ്മൾ വേണമെങ്കിൽ നേരത്തെ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. നേരത്തെ നമ്മൾ എക്സാമ്പിൾ ഒന്നും ചെയ്തില്ലേ, നേരത്തെ നമ്മൾ എക്സാമ്പിൾ ചെയ്തില്ലാന്ന് തോന്നുന്നല്ലേ. ഓക്കെ, നമുക്ക് നേരത്തെ രീതിയിൽ ആദ്യം ഒരു എക്സാമ്പിൾ ചെയ്യാം. നമുക്ക് ലീനിയർ ഡിപ്പെൻഡൻസ് നോക്കുന്ന രീതിയിൽ നോക്കില്ല, വൈ ഡബിൾ പ്രൈം വൈ ഈക്വൽ ടു 0. ഇതിന്റെ ലീനിയർ ഡിപ്പെൻഡൻസ് നോക്കണം സൊല്യൂഷൻസിന്റെ. ഇതിന്റെ സൊല്യൂഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം, y1 എന്ന് പറയുന്നത് cos x ആയിരിക്കും, y2 എന്ന് പറയുന്നത് sin x ആയിരിക്കും. അതെന്തായാലും അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ റോൺസ്കിയൻ ഏതാണ്, w is equal to y1 y2 y ഡബിൾ പ്രൈം y2 ഡബിൾ പ്രൈം, സോറി ഡബിൾ പ്രൈം ഇല്ല, പ്രൈം മാത്രമേ ഉള്ളൂ, മിസ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, cos x sin x, ഇവിടെ വരുമ്പോൾ എന്താണ് മൈനസ് sin x, ഇവിടെ cos x തന്നെയാണ്, which will gives us എന്താണ് 1. ഈ ഒമേഗ ഈക്വൽ ടു 1 ആയ എന്താണ് അതിനർത്ഥം 0 അല്ല 1 ആണ്. അതിനർത്ഥം എന്താണ്, സൊല്യൂഷൻസ് ലീനിയർലി എന്താണ്, ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, റൈറ്റ്, ഇൻഡിപെൻഡന്റ് ആണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ ഡിപ്പെൻഡൻസും ഇൻഡിപെൻഡൻസും ഒക്കെ കണ്ടുപിടിക്കുന്നത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. സിമിലർലി സെയിം
ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് റോൺസ്കിയൻ അതിന്റെ റോൺസ്കിയൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമുക്ക് എഴുതാം. y ഡബിൾ പ്രൈം പ്ലസ് y ഈക്വൽ ടു 0. ഓക്കെ, ഇതിന്റെ റോൺസ്കിയൻ എങ്ങനെ എഴുതാം എന്നതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, എങ്ങനെയാ നമുക്ക് എഴുതാൻ പറ്റുക? നമ്മുടെ ഉള്ള ഇക്വേഷൻ എന്താ? ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ 0 ഇ റേസ് ടു പി ഡി എക്സ്. അപ്പൊ നമുക്ക് പി അറിയണം. ഇവിടെ പി ഉണ്ടോ? പി എന്ന് പറയുന്നത് y പ്രൈം ഓർ dy ബൈ dx ഇതിന്റെ കോയിഫിഷ്യന്റ് ആണ്. ഓക്കെ, ഇതിന്റെ കോയിഫിഷ്യന്റ് ആണ് പി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇല്ല, നേരെ സെക്കൻഡ് ഡെറിവേറ്റീവും പിന്നെ വൈയും മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനർത്ഥം ഇവിടെ എന്താണ്? പി എന്ന് പറയുന്നത് 0 ആണ്. സോ ഒമേഗ ഡബ്ല്യു ഇസ് ഈക്വൽ ടു w0 ഇ റേസ് ടു 0 എന്നുള്ള രീതിയിലാണ് വരാം, അല്ലെ? റേസ് ടു 0 എന്നുള്ള രീതിയിലാണ് വരാം. അപ്പൊ അതിനർത്ഥം എന്താ? w ഇസ് ഈക്വൽ ടു ഒമേഗ 0. ഈ ഒമേഗ 0 എന്ന് പറയുന്നത് ആക്ച്വലി ലോഗ് കളയുന്ന സമയത്ത് ഇ റേസ് ടു 0 എന്നുള്ള ഇതിലാണ് വരാം. ഇപ്പോ അതിന്റെ അർത്ഥം ഇറ്റ്സ് 1 എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ രണ്ടിടത്തും നമുക്ക് അതേ ഒരു ഓപ്ഷൻ കിട്ടി. നമുക്ക് ഒന്നില്ലെങ്കിൽ ഐതർ ആ രീതിയിലും ചെയ്യാം, ഈ രീതിയിലും ചെയ്യാം എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി നമുക്കൊരു സെക്കൻഡ് ഓർഡർ സൊല്യൂഷൻസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് നമുക്ക് സപ്പോസ് നമുക്ക് റോൺസ്കിയൻ ഒക്കെ തന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു രീതിയിൽ, ലൈക്ക് ഒരു ഹെഡിങ് എഴുതുകയാണെങ്കിൽ സെക്കൻഡ് സൊല്യൂഷൻ യൂസിങ് റോൺസ്കിയൻ നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, നമുക്ക് ഒരു സൊല്യൂഷൻ വേണം, സെക്കൻഡ് സൊല്യൂഷൻ യൂസിങ് റോൺസ്കിയൻ. ഓക്കെ, അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നമുക്ക് y1 ആൻഡ് y2-ലെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ അറിയാം. സപ്പോസ് നമുക്ക് y1 അറിയാം, നമുക്ക് y2 കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് റോൺസ്കിയൻ യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സപ്പോസ് നിങ്ങൾക്ക് രണ്ട് സൊല്യൂഷൻ തരും, ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരാതെ നിങ്ങൾക്ക് രണ്ട് സൊല്യൂഷൻസ്, അതായത് രണ്ട് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയും, ഒരു റോൺസ്കിയനും തരും, റോൺസ്കിയനും നമുക്കറിയാം, ഒരു സൊല്യൂഷനും തരും. നിങ്ങളോട് ചോദിക്കും രണ്ടാമത്തെ ഈ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാന്നാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് റൈറ്റ്, എങ്ങനെയാണ് നമുക്കറിയാവുന്ന ഇക്വേഷൻ w is equal to y1 into y2 prime മൈനസ് എങ്ങനെയാണ് y2 into y1 prime. ഇതാണ് നമുക്കറിയാവുന്ന കാര്യം. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യത്തിൽ നമുക്ക് തുടങ്ങുന്നു. ഇനി w is equal to, ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം? y1 square into dy by dx of y2 by y1. ഒന്നുമില്ല, ഞാൻ എൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ അതായത് ഇവിടെ ഇതിനെ കിടക്കുന്നതിന് മാത്രം ഞാൻ ഈ ഒരു രീതിയിൽ എഴുതി, ബാക്കി വരുന്ന y1 സ്ക്വയറിന് പുറത്തെടുത്ത് അങ്ങനെ എഴുതി. ഓക്കെ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ ഇവിടെ തരാം. let's say y1 square into 1 by y, y2 dash plus y2 into 1 minus 1 square into y1 square. ഓക്കെ, ഒന്നല്ല ഞാൻ ഇതിൽ നിന്ന് y1 സ്ക്വയറിനെ ഇവിടെ പുറത്തെടുത്തു. അപ്പൊ അതിൽ വന്ന ബാക്കി ഇങ്ങനെയാണ് ആ ഒരു സൊല്യൂഷൻ വരാം. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് എഴുതിയിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി ഒമേഗയിൽ ഈ y1നെയും ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരാണ്. സോ w ഡിവൈഡഡ് ബൈ y1 സ്ക്വയർ ഈക്വൽ ടു d by dx of y2 ഡിവൈഡഡ് ബൈ y1. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ y2 കണ്ടെത്തലാണ് പ്രധാന പരിപാടി. ഓക്കെ, y2 കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ലാസ്റ്റത്തെ പ്രീവിയസ് ഇക്വേഷൻ കൂടി എഴുതാം. dy y1 സ്ക്വയർ ഈക്വൽ ടു d by dx of y2 ഡിവൈഡഡ് ബൈ y1. നമുക്ക് കണ്ടെത്തേണ്ട, നമുക്ക് y1 ഉം w അറിയാം, റോൺസ്കിയൻ അറിയാം. സോ വി നീഡ് ടു ഫൈൻഡ് y2, റൈറ്റ്? y2 ഈക്വൽ ടു എന്താണ്? y1 ഇൻറ്റു ഇന്റഗ്രൽ ആവും. സോ w, that is Wronskian divided by
y1 സ്ക്വയർ dx ഇങ്ങനെയാണ് കണ്ടെത്താൻ. ഓക്കെ, അതായത് നമുക്ക് ഒരു സൊല്യൂഷൻ അറിയാം, മറ്റൊരു സൊല്യൂഷൻ അറിയില്ല, പക്ഷെ റോൺസ്കിയൻ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് റോൺസ്കിയൻ ഉപയോഗിച്ചും അതുപോലെ അറിയാവുന്ന സൊല്യൂഷൻ ഉപയോഗിച്ചും നമുക്ക് അറിയാത്ത ഒരു സൊല്യൂഷൻ കണ്ടെത്താം. ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ലെറ്റ്സ് നമ്മുടെ സംഭവം തന്നെ y ഡബിൾ പ്രൈം y ഈസ് ഈക്വൽ ടു 0. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനത്തിൽ നമുക്ക് പിടിക്കാം. നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ ഓൾറെഡി അറിയാം. y2 y1 എന്ന് പറയുന്ന cos x ഉം y2 എന്ന് പറയുന്ന sin x ആണ്. ബട്ട് ഞാൻ നിങ്ങൾക്ക് y1 എന്ന് പറയുന്ന cos x ആയിട്ട് മാത്രം എടുക്കുന്നുള്ളൂ. ആൻഡ് നമുക്ക് ഇതിന്റെ റോൺസ്കിയൻ അറിയാം, വിച്ച് ഈസ് ഒമേഗ w0. ഓക്കെ, ഇനി നമ്മൾ y2 കണ്ടെത്താണ്. നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുമോ നോക്കാം, എന്നാലല്ലേ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, y2 into cos x ഇന്റഗ്രൽ ഓഫ് ഒമേഗ 0 ഡിവൈഡഡ് ബൈ എന്താണ് y1 സ്ക്വയർ x ആണ്. ദാറ്റ് ഈസ് cos സ്ക്വയർ x dx. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ലെറ്റ്സ് ഒമേഗ 0 പുറത്ത് വരും. cos സ്ക്വയർ x ചെയ്യുമ്പോൾ cos x tan x അല്ലേ, tan x ലേക്ക് വരും. സോ cos tan x എന്ന് പറയുന്നത് എന്താണ്, ഒമേഗ 0 sin x ആണ്. റൈറ്റ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഇതിലേക്ക് എത്താം. ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അസൈൻമെന്റ് തരാം. ഓക്കെ, this is your homework. Try to solve it. This is your differential equation, d square x by dt square plus 2 dx by dt plus f of t x is equal to 0. Okay, now Wronskian of t is given x1 of t dx square by dt dt of t minus x2 of t dx1 of t by dt. Okay, if നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് Wronskian of 0 equal to 1 ആണെങ്കിൽ Wronskian of 1 എന്ന് പറയുന്നത് എത്ര? ഇതാണ് നിങ്ങളുടെ ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത്. ചെയ്ത് നോക്കുക, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് Wronskian of 1 എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത് ആക്ച്വലി അപ്പോൾ Wronskian of t സോൾവ് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഇക്വേഷൻ കിട്ടും. ഞാൻ ഓപ്ഷൻ പറയാണ്, അതായത് നിങ്ങളെ ഈ ഒരു സംഭവം യൂസ് ചെയ്ത് നിങ്ങൾ സോൾവ് ചെയ്യണം. ഓക്കെ, ടിയോ എക്സോ എന്താനുസരിച്ച് സോൾവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഡബ്ല്യു എഫ് ടി റോൺസ്കിന്റെ ഇതിൽ കിട്ടും. അതിൽ 0 കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് 1 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 1 ഇട്ട് ചെക്ക് ചെയ്യണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ 1 കൊടുത്തിട്ട് എത്ര കിട്ടുന്നത് നോക്കുക. 0 കൊടുത്തിട്ട് 1 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് 1 കൊടുത്തിട്ട് എത്ര കിട്ടുന്നത് നോക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ട് ഒന്ന് വിചാരിക്കുന്നു. ഓക്കെ, സിമ്പിൾ ആണ്, വേറെ ഒരു പരിപാടിയും ഇല്ല. നമുക്ക് ഓൾറെഡി എന്താണ് റോൺസ്കിന്റെ ഇത് തന്നിട്ടുണ്ട്, ജസ്റ്റ് സോൾവ് ചെയ്യുക. അതിന്റെ എന്താ പറയാ, ആ ഒരു ഇതിൽ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ സോൾവ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. സീരീസ് സൊല്യൂഷൻ, കോർഡിലിയസ് മെത്തേഡും അതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് ബെസൽ ഫംഗ്ഷൻസും ലാഗർ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ നേരെ നമുക്ക് ഇത് സ്പെഷ്യൽ ഫംഗ്ഷൻസിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, ഇത്രയുള്ള ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കും. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം.